ഇന്ന് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഉപ്പുമുളക് ഇട്ടിട്ടാട്ടോ കഴിക്കുന്നത്. അയിനൂസിന് കൊടുത്തപ്പോൾ അവൾക്ക് എരിഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അവൾ എന്നെ ചീത്ത പറയാം കേട്ടോ. പിന്നെ അവൾക്ക് ഒരു ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിൾ വെച്ചിട്ട് തന്നെ. പിന്നെ ഞാൻ വേഗം ഒന്ന് തുടച്ചിട്ടോ. പിന്നെ തുടച്ചിട്ടിട്ട് ഞാൻ ഉച്ചക്കത്തേക്കുള്ള പണിയിലോട്ട് കടന്നിട്ടുണ്ട്. ഇന്നിവിടെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചാള. അപ്പോൾ ആ ചാള വേഗം കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സവാള അല്ല ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നല്ല സിമ്പിളായിട്ടോ മുളിയാറ് വെക്കാറുള്ളത്. ഇതെൻ്റെ ഉമ്മയൊക്കെ വെക്കുന്ന രീതിയിലാണ് ഞാനും വെക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് നല്ലോണം കലക്കി എടുക്കുക കേട്ടോ. പിന്നെ അരിഞ്ഞു വെച്ച എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം കലക്കിയിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനിടയിൽ കുറച്ച് മീൻ വറക്കാനുണ്ടായിരുന്നേ, അത് കൈയോടെ ഒന്ന് വറുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എനിക്കും മൈനൂസിനൊക്കെ പൊരിച്ച മീൻ കഴിക്കാനാട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ അതെല്ലാം ഉപ്പും കായം തേച്ച് വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകി എടുക്കാണ്ടായിരുന്നു. അത് വേഗം കഴുകി മാറ്റിയിട്ട് ആ സിങ്ങും കൂടെ ഒന്ന് കഴുകുന്നുണ്ട്. ചാള മുറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉറുമ്പ് മണമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ഇട്ട് കഴുകിയത്. പിന്നെ കറി തിളച്ച് വന്നപ്പോൾ ചാള ഇട്ട് കൊടുത്തു. പിന്നെ ഒരു വാളംപുളി ഒരു കഷ്ണം ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഞാനതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ ചെന്ന് ഹാളും റൂമൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചാളക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. മീൻ വറുത്തതും ഇവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ വറുത്തതൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ആ ഗ്യാസ് അടപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ എണ്ണ തെറിച്ച് ആകെ അലമ്പായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ വേഗം മുറ്റം ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം തൂത്ത് വന്നിട്ട് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ നല്ല മെനക്ക് വിരിച്ചതിന് ശേഷം ഞാൻ കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് വേസ്റ്റുകാരൻ കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുപോകുന്ന ദിവസം കേട്ടോ. അപ്പോൾ ഞാൻ വേണ്ടാത്ത ഡ്രസ്സുകളൊക്കെ അതിന് തിരഞ്ഞെടുത്ത് മാറ്റാം കേട്ടോ. അതിനൂസിന് എനിക്ക് വേണ്ടാത്ത ഡ്രസ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ വീട്ടിൽ ഇറങ്ങുന്നതൊക്കെ. അപ്പോൾ അതിനെ വേഗം ആവശ്യമുള്ളത് എടുത്തിട്ട് ആവശ്യമില്ലാത്തതൊക്കെ കളയാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി